കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആകെ ചർച്ചാ വിഷയമാണ് നമ്മുടെ നിമിഷപ്രിയയുടെ മോചനം അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കി ആ കുട്ടിയെ മോചനം കിട്ടണേ, നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരണേ എന്നുള്ള നമ്മുടെ മലയാളികളുടെയൊക്കെ ഒരു പ്രാർത്ഥന എന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? കാരണം ആ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു യമൻ പൗരനെ അവർ വധിക്കുകയായിരുന്നു. എങ്ങനെ വധിച്ചു? മനഃപൂർവ്വം വധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അത് ഒരിക്കലും ഒരു ആകസ്മികമായിട്ടുണ്ടായിട്ടുള്ള ഒരു കൊലപാതകമല്ല, മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ്. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകം എങ്ങനെ അവർക്കൊരു പ്രതിരോധത്തിന് വേണ്ടി താൻ ചെയ്തു എന്നവർക്ക് പറയാൻ പറ്റും? അവർ മുൻകൂട്ടി മയക്കുമരുന്ന് കുത്തിവെച്ചിട്ട് അത് ഒരു 110 കഷ്ണങ്ങളായിട്ട് ആ ബോഡിയെ മുറിച്ചിട്ട് പകരം അവർക്ക് സഹായത്തിനായിട്ട് ഒരു യമൻ നഴ്സിനെ കൂടി ഇവർ കൂടെ കൂട്ടി 110 കഷ്ണമായിട്ട് വെട്ടിമുറിച്ച ഈ ശരീരം ചാക്കിലാക്കിയിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയിലെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ട് നിക്ഷേപിച്ചു. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൽ എത്രയോ ആൾക്കാർ, എന്തുമാത്രം ആൾക്കാർ കുടിവെള്ളം എടുക്കുന്ന ഒരു വാട്ടർ ടാങ്കിലാണ് ഇങ്ങനെ ഒരു ഡെഡ് ബോഡി കൊണ്ടിട്ടപ്പോൾ ആ ആൾക്കാരോട് യാതൊരു കരുതലോ പരിഗണനയോ അവർ കാണിച്ചില്ല. അതും അവരുടെ ഭാഗത്തുനിന്ന് വന്ന മറ്റൊരു തെറ്റാണ്. നമുക്കറിയാം, കുറ്റം ചെയ്താൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം. കാരണം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നൊരു നിയമവ്യവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ആരായാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്കറിയാം, ഇവർ മനഃപൂർവ്വം തന്നെ ചെയ്ത കുറ്റമാണിതെല്ലാം. മുൻകൂട്ടി അവരെ മയക്കുമരുന്ന് കുത്തിവെക്കുന്നു, അതിനുശേഷം അത് അറക്കുന്നു, അതിനെ വാട്ടർ ടാങ്കിൽ തള്ളുന്നു, പിന്നെ അവരവിടെ 1 മാസത്തോളം അവിടെ നിന്ന് മുങ്ങുന്നു. പിന്നീടാണ് ആൾക്കാർ ഈ വെള്ളത്തിൻ്റെ എന്തോ വിഷയം വന്ന് അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലാണ് ബോഡി ഈ ടാങ്കിൽ നിന്ന് കണ്ടെത്തുന്നതും സാഹചര്യ തെളിവുകൾ നമ്മുടെ നിമിഷയിലേക്ക് എത്തിക്കുകയാണ്. കൊന്നത് നിമിഷയാണ് എന്ന രീതിയിൽ നിമിഷ അറസ്റ്റിലാവുന്നു. നിമിഷപ്രിയ സമ്മതിക്കുന്നു, ഞാനാണ് കൊന്നത് എന്നുള്ളത്. അപ്പോൾ അത് നമുക്കറിയാം, പെട്ടെന്നുള്ള ഒരു ആകസ്മികമായിട്ടുണ്ടായ ഒരു സംഭവമല്ല. നമ്മളിപ്പോൾ നിൽക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നു. ആ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും എടുത്ത് അയാളെ അടിക്കുന്നു, നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലേ? നമ്മുടെ ജീവൻ രക്ഷിക്കായിട്ട് പെട്ടെന്ന് നമ്മുടെ കൈ കിട്ടിയെടുത്ത് എന്തെങ്കിലും ആ വ്യക്തിയുടെ നേരെ എറിയുന്നു അല്ലെങ്കിൽ അയാളെ അടിക്കുന്നു. അപ്പോൾ ആ ഒരു അടിയുടെ ആഘാതത്തിൽ ആ വ്യക്തി മരിക്കുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അറിയാൻ വയ്യ, നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ഉണ്ടായ ഒരു കയ്യബദ്ധത്തിൽ കൂടി പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിന് ധനം സ്വീകരിക്കാനും ഈ പ്രതിക്ക് മാപ്പ് നൽകാനുമൊക്കെയുള്ള ഒരു വകുപ്പ് അതിനകത്തുണ്ട്. അത് യഥാർത്ഥത്തിൽ നീതിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു കുടുംബം ഈ വ്യക്തിയോട്, ഈ കൊലപാതകയോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. കാരണം അവർക്കൊരു സാഹചര്യവശാൽ ഒരു തെറ്റ് പറ്റിപ്പോയി, അതിന് ആ കുടുംബം ധനം വാങ്ങിക്കൊണ്ട് ഇവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ളത് അത് കറക്റ്റായ കാര്യമാണ്. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. മുൻകൂട്ടി കരുതിക്കൂടി ഇത്രമാത്രം ഭയാനകമായിട്ട്, ഇത്രമാത്രം ക്രൂരമായിട്ട് ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മലയാളി ആയതുകൊണ്ട് നമ്മൾ പറയുമോ, നമ്മുടെ മലയാളി പെണ്ണാണ്, അതിന് മോചനം കിട്ടട്ടെ, വധശിക്ഷ റദ്ദാക്കണം, മോചനം വേണം, നാട്ടിൽ വരണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, 2018 മുതലാണ് ഈ പെൺകുട്ടി അവിടെ ജയിലിൽ കിടക്കുന്നത്. ഇതിനൊരു ഒരു കൊച്ചുണ്ട്. അപ്പോൾ ആ കൊച്ചിന് തൻ്റെ അമ്മയുടെ സ്നേഹം അവിടെ നിഷേധിക്കപ്പെടുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തൻ്റെ അമ്മയുടെ സ്നേഹം ആ കൊച്ചിന് വേണം എന്നൊരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കാം. പിന്നെ അതിൻ്റെ അമ്മ, ഈ നിമിഷപ്രിയയുടെ അമ്മ ദിവസങ്ങളായിട്ട് യമനിലാണ്. കാരണം തൻ്റെ മകളെയും കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരൂ എന്ന ഒരു പ്രതിജ്ഞയിൽ അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു സ്വന്തം അമ്മയുടെ വേദനയും നമുക്ക് ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ എന്ത് തന്നെ പറഞ്ഞാലും സ്വന്തം മകളുടെ വേദനയായാലും സ്വന്തം അമ്മയുടെ വേദനയായാലും തെറ്റ് എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. തെറ്റിൻ്റെ ശിക്ഷ അനിവാര്യം തന്നെയാണ്. അതിന് ആരായാലും നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഒരുപാട് പേരെ, നമ്മുടെ കൂടത്തായി ജോളി കൊലപാതകം, ജോളി ഒരുപാട് പേരെ കൊല ചെയ്തിട്ടുണ്ട്. ജോളി സംഭവം അല്ലേ? അപ്പോൾ അതിനകത്ത് ജോളിക്ക് ഒരുപാട് പേരെ കൊന്നപ്പോഴും ജോളിക്ക് ജോളിയുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ഞാൻ ഓരോരുത്തരെ ഇന്ന കാരണങ്ങൾ കണ്ടിട്ട് കൊന്നത് എന്ന്. പിന്നെ നമ്മുടെ ഷാരോൺ എന്ന് പറഞ്ഞ കൊച്ചു ചെറുക്കനെ കൊന്ന ഗ്രീഷ്മ, അവൾക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. പിന്നെ ഡോക്ടർ ഓമന എന്ന് പറഞ്ഞ് നേരത്തെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഒക്കെയും നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്നത് ആരുടെ സൈഡാണ്? ഈ കൊന്നവരുടെ സൈഡിലല്ല. ഒരിക്കലും നമുക്ക് കൊന്നവരുടെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമ്മൾ ആരാണോ മരിച്ചത് അവരുടെ സൈഡിലാണ് നിൽക്കുക. അവർക്ക് നീതി കിട്ടണം, അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ഉറച്ച് ആ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അവരുടെ കുടുംബത്തിന് നീതി കിട്ടണം, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. ഒന്നിൻ്റെ പേരിൽ നമുക്ക് ഈ കുറ്റക്കാരെ ന്യായീകരിക്കാൻ സാധ്യമല്ല. എന്തിൻ്റെയെങ്കിലുമൊക്കെ പേരില്ല ഈ കുറ്റക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ
നമുക്ക് അവരോട് പൊറുക്കാനും പറ്റില്ല, സഹിക്കാനും പറ്റില്ല. നമ്മൾ അവരെ വെറുതെ വിടത്തുമില്ല അല്ലേ? അങ്ങനെയാണ് നമ്മുടെ നീതി എന്ന് പറയുന്നത്. യഥാർത്ഥ നീതി ബോധമുള്ളവർ അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഒരു മനുഷ്യനെ കൊന്നു, അവരുടെ കുടുംബത്തിൽ അവർക്കത് വിഷമമുണ്ട്. അവരുടെ സ്വന്തം ചോരയാണ്, സ്വന്തം അനിയനെ ഈ ദയാപണം, അതായത് 8.6 കോടി രൂപ അവർ വാങ്ങിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ ഈ തൂക്കിക്കൊല റദ്ദാക്കാം. ക്രമേണ ഈ ജയിൽ മോചിതയായിട്ട് നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് വരാം. അങ്ങനെയൊക്കെ ഒരു വഴി തെളിഞ്ഞു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നടക്കുന്നില്ല. കുടുംബം ഈ ദയാപണം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇപ്പം തന്നെ അവർക്ക് ഒരുപാട് വൈകിയാണ് നീതി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വധശിക്ഷ നടപ്പാക്കണമെന്ന ഒരു കട്ട നിശ്ചയത്തിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ മരണപ്പെട്ട ഹലാലിൻ്റെ കുടുംബം. അവരുടെയും കുഴപ്പമില്ല, അവരുടെ ചോരയല്ലേ, അപ്പോൾ അവർക്ക് വേദന ഉണ്ടാകുമല്ലോ. പുറത്തേക്കുന്നവർക്കുണ്ട് തലാൽ തന്നെ ഒരുപാട് വിധത്തിൽ പീഡിപ്പിച്ചു. തൻ്റെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചു. തൻ്റെ ക്ലിനിക്കിൽ കിട്ടുന്ന വരുമാനം മൊത്തം അടിച്ചു മാറ്റുന്നു. തന്നെ എല്ലാ രീതിയിലും പീഡിപ്പിക്കുന്നു. അതൊക്കെ ശരിയാണ്. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നൊരു ന്യായം കൂടി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു പെറ്റ അമ്മയുടെ വേദന ഓർക്കണം. ഒരു അമ്മ തൻ്റെ മകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യമനിൽ പോയി കിടന്ന് പെടാപ്പാടുപെടുന്നത് നമ്മൾ കാണണം. പിന്നെ ഒരു കുഞ്ഞ് തൻ്റെ 8 ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 8 വർഷം കൊണ്ട് സ്വന്തം അമ്മയെ കാണാതെ, സ്വന്തം അമ്മയുടെ സ്നേഹം അനുഭവിക്കാതെ ഒരു കുഞ്ഞ് ഈ നാട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നുണ്ട്. അതിന് തൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം ശരി തന്നെ. പക്ഷേ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്ക് ശക്തമായ നീതി ന്യായ വ്യവസ്ഥകളൊക്കെയാണ് നമുക്കുള്ളത്. കാരണം നമ്മൾ നീതിയിലും ന്യായത്തിലും ഉറച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം. നമ്മൾ മലയാളികളാണെന്നും പറഞ്ഞ് മനുഷ്യത്വം ഇല്ലാത്തവരൊന്നും ആവരുത്. മനുഷ്യത്വം തീരെ നശിച്ചു പോകാൻ നമ്മൾ അനുവദിക്കരുത്. തെറ്റ് ചെയ്താൽ അതിന് ഞാനായാലും ശിക്ഷ അനുഭവിക്കണം.